ഹായ് ഫ്രണ്ട്സ്, ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു എഗ് ബിരിയാണി ഉണ്ടാക്കിയെടുത്തതാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ്. ഈ എഗ് ബിരിയാണി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. എഗ് ബിരിയാണി ഉണ്ടാക്കുന്നതിന് ഞാൻ 4 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിരുന്നു. അത് നമുക്ക് കോരിയെടുക്കാം, തണുക്കാനായിട്ട് വെക്കാം. എഗ് ബിരിയാണിയുടെ ചോറിൽ ചേർക്കാനായിട്ട് ഞാൻ 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 4 കഷ്ണം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ചതച്ചുകൊണ്ട് വരാം. ബിരിയാണിക്ക് ഞാൻ 1 കപ്പ് അരിയേ എടുത്തിട്ടുള്ളൂ. 2 പേർക്ക് കഴിക്കാനുള്ളതാണ് ഉണ്ടാക്കുന്നത്. ഞാനിത് കഴുകി വെള്ളമൊക്കെ വാർന്ന് വെച്ചിരിക്കുകയാണ്. ബിരിയാണിക്കായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ ഒന്നും എടുക്കുന്നില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇതിലേക്ക് 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം, ചെറിയൊരു കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം, ഒരു ചെറിയ ബേ ലീഫ് ഇട്ട് കൊടുക്കാം. രണ്ട് ചെറിയ സവാള ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റാം. ഇത് ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയ ഒരു എഗ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ വഴന്ന് വരുന്നതിൻ്റെ കൂടെ നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. സവാളയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം, 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം, ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം, പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു എഗ് ബിരിയാണിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനും ഒക്കെ എളുപ്പം ഇത് ഉണ്ടാക്കി കൊടുക്കാം. ഇതിലേക്ക് 2 ചെറിയ ടൊമാറ്റോ അടിച്ചെടുത്തത് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് അരപ്പെല്ലാം ഒന്ന് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരും കൂടെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിക്കാം. നമ്മൾ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. നല്ല തിളച്ച 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ ആ 1 കപ്പ് അരി കഴുകി വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അടച്ചു വെച്ച് നമുക്ക് ചോറൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഈ ചോറ് വെന്തോന്ന് നോക്കാം. ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമ്മൾ പുഴുങ്ങിയെടുത്ത് വെച്ചിരുന്ന മുട്ടയും കൂടെ വെച്ച് കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു എഗ് ബിരിയാണിയാണ് നമ്മൾ തയ്യാറാക്കിയെടുത്തത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല്. നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.